നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാതെ ചെയ്തു പോയതാണ്. നബിതങ്ങൾ മിണ്ടുന്നില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കുന്നില്ലല്ലോ. അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, അവിടത്തെ കണ്ണൊന്ന് നിറഞ്ഞപ്പോ, അതാ വരുന്നടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി ഈ ആകാശമംഗളെന്ന മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. നബിയുടെ മുമ്പിൽ വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതി കൊടുക്കുകയാ. قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുമ്പോ വാപ്പയക്കാര്, ഉമ്മയക്കാര്, ഭാര്യക്കാര്, മക്കളക്കാര്, കുടുംബത്തെക്കാര്, സ്വന്തം ജീവന്റെ ജീവനക്കാര് അല്ലാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടണമല്ലോ, നബിതങ്ങളെ സ്നേഹിക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരനോട് സലാം മടക്കു നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുമോ? വാപ്പാന്റെ തലയെടുക്കാനല്ല, അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാനല്ല, ഒരിക്കലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരാളെ കൊല്ലുന്നത് ഈ ലോകത്തുള്ള സർവ്വജീവ കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പിന്നെ എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ, പരിശുദ്ധമായ ദീനിനെതിരായി ചിലര് പ്രവർത്തിക്കുമ്പോ അവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല, അവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല, ഇല്ലാതെ ഇരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ചിലരങ്ങ് പ്രതികരിച്ചു പോകുമടോ, ചിലരങ്ങ് പറഞ്ഞു പോകുമടോ. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എടാ ചെറുപ്പക്കാരാ, നിനക്ക് ആവശ്യമില്ലല്ലോ, ഏത് കാര്യത്തിനും നീ എതിരാണല്ലോ, നിനക്ക് നിന്റെ കാര്യം നോക്കി നടന്നാ പോരെ. ചില ഉപ്പമാരോട് ചോദിക്കാറുണ്ടല്ലോ, നിങ്ങളെന്തിനാ വെറുതെ വിഷയമുണ്ടാക്കുന്നത്, കാണാത്തവനെ പോലെ നടന്നാ പോരെ. ഇല്ല വാപ്പാ, ഇല്ല ചെറുപ്പക്കാരാ, എല്ലാവർക്കും അങ്ങനെ നടക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കണ്ടാ അവർക്ക് സഹിക്കില്ലടോ. അവര് മുഖം നോക്കാതെ പറയുമടോ, അവര് മുഖം നോക്കാതെ പറയുമടോ. എന്തുകൊണ്ടാണെന്നറിയുമോ? كتب في قلوبهم الإيمان. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചത് കൊണ്ടാ അവര് പറഞ്ഞു പോകുമടോ. അവർക്ക് എത്ര മിണ്ടാതെ ഇരുന്നാലും അവര് പ്രതികരിച്ചു പോകുമടോ. അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അത് പള്ളിയിലാകട്ടെ, അത് മദ്രസയിലാകട്ടെ, അത് മതമഖാമിലാകട്ടെ, അത് മഹല്ലിന്റെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വീടിന്റെ അകത്താകട്ടെ, കണ്ടാ പറയുമടോ. അവർക്കൊരു ഭയമില്ലടോ, അവര് പ്രതികരിക്കും സഹോദരാ. അവരാരുടെയും മുഖത്ത് നോക്കി പറയും, അവരെ ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അത് അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ വഅദ കേൾക്കാമെന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മഹല്ല് നന്നാക്കണ്ട, നാട് നന്നാക്കണ്ട, രാജ്യം നന്നാക്കണ്ട. സഹോദരാ, നിനക്ക് നന്നാകാമല്ലോ, നിന്റെ കുടുംബത്തെ നന്നാക്കാമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ്
തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനി. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുമ്പോ നിന്റെ കൈ കൊണ്ട് തടയാമല്ലോ, നിന്റെ കൈ കൊണ്ട് തടയാമല്ലോ. അത് മഹല്ലിൽ വേണ്ട, കമ്മിറ്റി ഓഫീസിൽ വേണ്ട, മറ്റുള്ളവന്റെ വീട്ടിൽ വേണ്ട, നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് കൈകൊണ്ട് തടയാമല്ലോ. അതിനുള്ള പവർ നിനക്കുണ്ടല്ലോ, അതിനുള്ള അധികാരം നിനക്കുണ്ടല്ലോ. നിന്റെ ഭാര്യ തെറ്റ് ചെയ്താൽ, നിന്റെ മക്കള് തെറ്റ് ചെയ്താൽ, നിന്റെ കുടുംബക്കാര് തെറ്റ് ചെയ്താൽ നാവ് കൊണ്ട് പറയാമല്ലോ, കൈകൊണ്ട് തടയാമല്ലോ. സഹോദരാ വെറുക്കാമല്ലോ, അതിന് പൈസയുടെ ചെലവൊന്നുമില്ലല്ലോ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, എന്തെല്ലാം